ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 18-ഉം 19-ഉം വാക്യങ്ങൾ. മത്തായി 9-ന്റെ 18-19 വാക്യങ്ങൾ. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. എൻ്റെ മകൻ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു. യേശു എഴുന്നേറ്റ് ശിഷ്യന്മാരുമായി അവൻ്റെ കൂടെ ചെന്നു. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട്, അതുപോലെ തന്നെ കേൾക്കാൻ വന്ന ആളുകളോട് ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ പകർന്ന് കൊടുത്തതിന് ശേഷമാണ് പള്ളി പ്രമാണി യേശുവിനെ കാണാൻ വരുന്നത്. ഇത് മർക്കോസ് 5-ാം അധ്യായത്തിലും ലൂക്കോസ് 8-ാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്ന സംഭവമാണ്. അവനെ ദൈവമായി നമസ്കരിച്ചു. അവൻ പറയുന്നത് അവൻ്റെ മകൾ അപ്പോൾ തന്നെ മരിച്ചുപോയി എന്നാണ്. അതായത് മരിച്ച ഉടനെ അവൻ യേശുവിനെ സന്ദർശിക്കുകയായിരുന്നു. അങ്ങനെയാണ് മർക്കോസ് സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത്. യേശു ചെന്ന് കൈവച്ചാൽ അവൾ ജീവിക്കുമെന്ന് അവൻ പറയുന്നു. അവളുടെ രോഗത്തിൻ്റെ ഗൗരവവും ആ സമയത്തിനുള്ളിൽ അവൾ മരിച്ചെന്നും അവൻ ഗ്രഹിച്ചു. ഇവിടെ മത്തായി 8-ാം അധ്യായത്തിൻ്റെ 5 മുതൽ 13 വരെ ഉള്ള ഭാഗത്ത് ആ ഒരു ശതാധിപനെ പോലെയല്ല ഇവൻ്റെ വാക്കുകൾ. യേശു ചെന്ന് അവളുടെ മേൽ കൈ വയ്ക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ 2 സംഭവങ്ങൾ ബന്ധപ്പെട്ട് കാണുന്നു. ഒന്ന് യായിറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്നത്, മറ്റേത് യാത്രാമധ്യേ രക്തസ്രവക്കാരി സൗഖ്യം പ്രാപിക്കുന്നത്. കർത്താവ് ഗദരദേശത്ത് തുടരുവാൻ ജനങ്ങൾ അനുവദിച്ചില്ല. അതിനാൽ അവൻ കടലിന് അക്കരയ്ക്ക് പോയി. അവിടെ അവൻ്റെ വരവ് കാത്ത് ജനങ്ങൾ കാത്തു നിൽക്കുന്നു. ഇന്ന് ലോകത്തിൻ്റെ പല ദേശത്തും കർത്താവിന് സ്ഥാനമില്ല. എന്നാൽ കർത്താവായ യേശുവെ വരേണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല കൂട്ടം ജനം കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ പള്ളിപ്രമാണി കർത്താവിനെ വിശ്വസിച്ച് ആശ്രയിച്ച് വരുന്നു. പ്രമാണികൾ ആരും യേശുവിനെ വിശ്വസിച്ചിട്ടില്ല എന്ന് യഹൂദന്മാർ കുറ്റം പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ഒരു പ്രമാണി അതിർത്തികളെ ലംഘിച്ച് യേശുവിനെ സമീപിക്കുന്നു. നമ്മുടെ ഭാവനകളിൽ ഇത് ഒന്ന് മെനഞ്ഞെടുക്കുമ്പോൾ, നമ്മുടെ വീടുകളിൽ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ വെറുതെ നോക്കിയിരിക്കാതെ കർത്താവിൻ്റെ പാദത്തിൽ വീണ് അവനോട് അപേക്ഷിക്കാൻ തയ്യാറാകണം. ഈ മകൾ ഏകജാതയായിരുന്നെന്ന് ലൂക്കോസ് പറയുന്നു. അതുകൊണ്ട് അവരുടെ ദുഃഖം വളരെ അധികമായിരിക്കും. ഇവിടെ യായിറോസിൻ്റെ മകളുടെ അവസ്ഥ ഏത് വൈദ്യൻ്റെയും കഴിവിലപ്പുറമായിരിക്കുന്നു. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും താമസിച്ചു പോയിട്ടില്ല. ഏത് കാര്യവും തൻ്റേതായ രീതിയിലും സമയത്തും ചെയ്യുന്നവനാണ് കർത്താവ്. യേശു യാത്രയായി അവളെ ഉയർപ്പിക്കുക മാത്രമല്ല, കുറേ ദൂരം സഞ്ചരിച്ച് തൻ്റെ ആർദ്രത വെളിവാക്കാനും തൻ്റെ പ്രിയ ശിഷ്യഗണം തൻ്റെ അത്ഭുത പ്രവൃത്തി കണ്ട് സന്തോഷിപ്പാനും വക ഉളവാക്കുവാൻ കർത്താവ് ആഗ്രഹിച്ചു. ആ കുട്ടിക്ക് 12 വയസ്സ് പ്രായമായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു കുട്ടിയുടെ മാറ്റപ്പെടൽ അതീവ സങ്കടത്തിനും മാനുഷികമായ വലിയ ദുഃഖത്തിനും കാരണമാകുമ്പോൾ കർത്താവ് അവരുടെ ഭവനത്തിലെത്തി ആ കുഞ്ഞിന് സൗഖ്യം നൽകുന്ന ചിത്രം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്ലേശങ്ങളുടെയും ഭാരങ്ങളുടെയും മധ്യേ മറ്റു വഴികളൊക്കെ തേടി അലഞ്ഞ് ഒന്നിനും നമുക്ക് മറുപടി ലഭിക്കാതെ ഭാരപ്പെടുമ്പോൾ ഒരു പക്ഷേ ഏറ്റവും അവസാനമായിരിക്കും യേശുവിനെ തേടി വരുന്നത്. എന്നാൽ അങ്ങനെ ആവരുത് എന്ന ഈ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഏതാവശ്യങ്ങളും ഭാരങ്ങളും നഷ്ടങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ പകരാൻ നമുക്കിടയാകണം. നമ്മളോട് കരുണ കാണിക്കുന്ന
നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കുന്ന ഒരു കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടുമടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ പുതിയ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് ഞങ്ങളുടെ സങ്കടങ്ങളെ കാണുന്ന ദൈവമാണല്ലോ, ഞങ്ങളുടെ നിലവിളികളെ അംഗീകരിക്കുന്ന കർത്താവാണല്ലോ. നന്ദിയോടെ സ്തോത്രം. ഇന്നത്തെ പകൽക്കാലം അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ, ഞങ്ങളുടെ ആവശ്യങ്ങളെ മടികൂടാതെ അങ്ങയുടെ സന്നിധിയിൽ പറയാൻ, കെഞ്ചാൻ, കരയാനൊക്കെ ഞങ്ങളെ ഇടയാക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, വഴി നടത്തണമേ. യേശു മശിഹായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.